റെസ്റ്റോറന്റ് ഓണറുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ഒരു റെസ്റ്റോറന്റ് ഓഡിറ്റിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയി കണ്ടപ്പോൾ ലൊക്കേഷൻ ആണെങ്കിൽ നല്ല ലൊക്കേഷൻ, അതേപോലെ തന്നെ ഫുഡും അടിപൊളിയാണ്, അതുപോലെ തന്നെ നല്ല ഫുഡ് ഫാളിലുള്ള ഒരു മാർക്കറ്റാണ്. അവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സെയിൽസും ഉണ്ട്. അവിടുത്തെ അക്കൗണ്ട്സിന്റെ ടീമായിട്ട് ഞങ്ങളൊന്ന് ഇരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇവൻ അവർ ബ്രേക്ക് ഈവൻ ആവാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടിലാണുള്ളത്, പക്ഷെ നല്ല സെയിൽസ് ഉണ്ട് തന്നെ. അവിടെ ഞങ്ങൾ ആകെ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ ആദ്യമായിട്ട് റെസ്റ്റോറന്റ് മേഖലയിലോട്ട് വരുന്ന ആളുകൾ മാക്സിമം അവരുടെ സ്വന്തം ഡിമാൻഡ് പ്രകാരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫുഡുകൾ നല്ലോണം മെനുവിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൺട്രോൾ അവിടെ കിട്ടുന്നുണ്ടാവില്ല. ഫുഡ് വേസ്റ്റേജ് ആണെങ്കിൽ ഹൈ ആയിരിക്കും. അവിടുത്തെ ഒരു അനാലിസിസിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ മെനു കംപ്ലീറ്റ് ഒന്ന് ഷോർട്ട് ചെയ്തു. അതായത് ഒരു 63 തരം ഡിഷസ് ഞങ്ങളതൊരു 30 ബിലോ ആക്കിയിട്ട് കൊണ്ടുവന്നു അവരുടെ ടോട്ടൽ ഡിഷസ്. അതോടുകൂടി തന്നെ അവരുടെ ഫുഡ് വേസ്റ്റേജ് ഒരു 40% കുറഞ്ഞു. പിന്നെ സ്റ്റാഫിന്റെ ചില റീഷെഡ്യൂളിങ്ങും അതുപോലെ തന്നെ അവരുടെ സപ്ലൈസിന്റെ അടുത്തുള്ള കുറച്ച് നെഗോസിയേഷൻസും കൂടെ ആയപ്പോൾ ആ റെസ്റ്റോറന്റ് പ്രോഫിറ്റിലായി. അതിന്റെ ഓണറെ വിളിച്ചിട്ട് ഞങ്ങളോട് പിന്നെ ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഈ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിലോട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സർക്കിളിൽ നിന്ന് നമുക്ക് തന്നെ ഒരുപാട് അഡ്വൈസുകൾ വരും. അതായത് ഒരുപാട് മെനു വേണം, അതുപോലെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് നിന്ന് കുറെ പ്രഷറുകൾ ഉണ്ടാവും. അപ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായ ഒരു സാഹചര്യമാണ്. പക്ഷെ ഇപ്പോൾ അത് സോൾവ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെയാണ് അവർ പോകുന്നത്.